ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട്. എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് പൂർത്തീകരിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. അപേക്ഷയോടെയാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്ത് ഒതുക്കിയിട്ടാണ് എൻ്റെ ബാക്കിയുള്ള സമയങ്ങളിലാണ് ഞാനെൻ്റെ കൃഷിയും കാര്യങ്ങളും എൻ്റെ ചെടികളെയും എല്ലാം നോക്കി പരിപാലിച്ച് പോകുന്നത്. ഇപ്പോൾ എനിക്കല്പം ഒരു തിരക്കായിപ്പോയി. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ ഞാൻ നോക്കിയത് അതാണ്. വള്ളികളെല്ലാം മഴയൊക്കെ കിട്ടിയതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു അങ്ങനെ കിടക്കുന്നു. ചെറിയ താരുകളും പിന്നെ ഇതിനിടയ്ക്ക് എന്നെ കാണാതെ പറ്റിച്ച് ഒളിച്ച് കിടക്കുന്ന ഏഴിയനൊന്നും കൊണ്ടുപോവാതെ അങ്ങനെ എനിക്ക് 2-3 പാവയ്ക്കൊക്കെ കിട്ടി. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മലക്കറി കൃഷി ഞാൻ ഒരുപാട് തൈകളൊക്കെ മുമ്പേ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ പൊടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അത് അങ്ങ് പോകും. മണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്തുകൊണ്ടാണോ, പക്ഷേ ഞാനിപ്പോൾ എല്ലാം കവറിനകത്താണ് നട്ട് അങ്ങനെ പടർത്തി വിട്ടത്. അപ്പോൾ കോവയ്ക്ക ഇതെല്ലാം, അപ്പോൾ കോവയ്ക്ക വള്ളി പോലെ കുറേ പടർന്നങ്ങ് പോയിട്ട് ഇതുവരെ ഒന്നും പൂത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴാണ് അതിൽ കുറേ പൂക്കൾ ഇപ്പം നല്ല വള്ളി മിറ്റി വന്നതിന് ശേഷമായിരിക്കും ഇത് പൂക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കോവയ്ക്ക് അങ്ങനെ ഒരുപാട് ഇട്ട്, പക്ഷേ പറിച്ചെടുക്കാൻ കിട്ടിയില്ല. കുറേ ഇങ്ങനെ നിന്നതിനെയൊക്കെ പറിച്ചെടുത്ത് കൊച്ചുമോളും ചേട്ടനും കൂടെ ഒക്കെ അങ്ങ് പച്ചയ്ക്ക് തന്നെ അങ്ങ് കഴിച്ചു. കാരണം നമ്മൾ വളമിടാത്ത കിട്ടുന്ന സാധനങ്ങളല്ലേ. അങ്ങനെ മുളക്, അങ്ങനെ എൻ്റെ വെണ്ടയ്ക്ക, അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇത്. അപ്പം ബാക്കി മലക്കറിയും കൂടെ വിത്തുകൾ വാങ്ങിച്ച് നട്ടിരുന്നെങ്കിൽ പൊടിക്കും എന്നിപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ, ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണോ എൻ്റെ ഈ വീട്ടിലെ ഈ മണ്ണിൻ്റെ ഇതിൽ പൊടിച്ച് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അപ്പം അപ്പയ്ക്കേരെ വലിയ കൊമ്പുകളെല്ലാം പോയി. അപ്പോൾ അതെല്ലാം ഒടിഞ്ഞു പോയിട്ട് ചെറിയൊരു ശിഖരം 2 ശിഖരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് പപ്പയ്ക്ക, അപ്പം നമുക്ക് ആവശ്യത്തിന് പപ്പയ്ക്കൊക്കെ, നമ്മൾ ഗർഭിണിയായിരുന്നത് കൊണ്ട് എനിക്ക് പപ്പയ്ക്ക എടുത്ത് ഞാൻ കറി വയ്ക്കാനൊന്നും നിന്നിട്ടില്ല. പഴുക്കും തന്നെ എടുക്കും. കുറേയൊക്കെ കിളികൾക്കും വേണ്ടേ കഴിക്കാനായിട്ട്, അതങ്ങനെ പോകും. അപ്പം അതിൻ്റെ ചെടികളും കാര്യങ്ങളും എല്ലാം അങ്ങനെ നിൽക്കുകയാണ്. എന്തോ മഴയുള്ളത് കൊണ്ട് ഒന്നും പട്ട് പോയില്ല, ഉണങ്ങി കരിഞ്ഞു പോയില്ല. അപ്പോൾ വന്നിട്ട് ഇനി ഇതിൻ്റെ ഈ തിരക്കുകൾ നൂലിയോട്ടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അന്നെല്ലാം അലങ്കോലപ്പെട്ട് മഴയും കാറ്റും ഒക്കെ വന്നപ്പോൾ എല്ലാം ചാഞ്ഞൊടിഞ്ഞ് കിടന്നതാണ്. ഞാൻ വീണ്ടും ഇതിനെയൊക്കെ കെട്ടി പറക്കിയ കഥ വെച്ചു. എന്നാലും കാണാനൊരു ഭംഗി വേണമല്ലോ. എനിക്കെപ്പോഴും ഈ പൂത്ത് നിൽക്കുന്ന ചെടികളെ കാണാനാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പം ആ പൂക്കൾ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കാരണം എനിക്ക് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും എനിക്കിതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പം ചുറ്റിനും എല്ലാവരും, ഇപ്പം വീട്ടിൽ വരുന്നവരെല്ലാവരും പറയുന്നു വീട് മൊത്തം കാടാക്കി മാറ്റിയിട്ടിരിക്കുകയാണെന്ന്. അത് ഒന്ന് നോക്കിയാൽ അത് ശരി തന്നെയാണ്. വീട് മാത്രമുണ്ട്, അതിന് ചുറ്റിനും ഒരു കാട് പോലെ, ഒരു അഭംഗി പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഭംഗിയുള്ള കാഴ്ചയാണെന്നുള്ള ഒരു സത്യം എനിക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ മനസ്സിന് ആകപ്പാടെ കിട്ടുന്ന ചെറിയ കുഞ്ഞു സന്തോഷങ്ങളും മാത്രമാണ് എൻ്റെ ഈ ചെടികളെന്ന് പറയുന്നത്. അപ്പോൾ ചെടികളെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ എനിക്കതിൽ ഒന്നും പറയാനില്ല. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവർ എൻ്റെ മുന്നേ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും പോലെ എന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. എല്ലാം വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഞാനില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. കാരണം ഞാനിതിനെ നട്ടു, ഈ മണ്ണിലാണെങ്കിൽ ഒന്നും പൊടിക്കാതെ കിടന്ന എന്തോ ഒരു മണ്ണാണ്. അപ്പോൾ നട്ടാലും അങ്ങനെ ഒന്നും പൊടിക്കില്ല. ചുറ്റിനും അപ്പുറത്തുള്ള വീടുകളിലൊന്നും ഒരു ചെടിയോ ഒന്നുമില്ല. അപ്പോഴും ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നട്ട് പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.